എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ബൈക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പറ്റുന്ന കാര്യമല്ല, അത് പിന്നെ ഡേഞ്ചറാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഒരു നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്നുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തത്. അപ്പം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു സംഭവമാണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വലിയ വില കൊടുത്ത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഗോപ്രോ ഒന്നും വാങ്ങാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ 6,000 രൂപയൊക്കെയാണ് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് ചെയ്തു, സക്സസ്ഫുൾ ആണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ക്വാളിറ്റിയിലൊക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്കിതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീഷർട്ട് വേണം, ഫോണിൻ്റെ ഒരു ചെറിയ കവറും, പിന്നെ ഒരു വലിയ സ്റ്റേപ്ലെയറോ അല്ലെങ്കിൽ സൂചി നൂല്, ഇത്ര സാധനം മതി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ടീഷർട്ടാണ്. എൻ്റെ പഴയ ഒരു ഇന്നർ ബനിയനാണ്, പഴയ നമുക്ക് ഈ ഷർട്ടിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ബനിയനാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോണിൻ്റെ കവറാണ്. അപ്പം നമുക്കിത് പ്ലാസ്റ്റിക് ആണ്. അപ്പം ജസ്റ്റ് ഒന്നെല്ലാവരും കണ്ടോളൂ. ഇത് പ്ലാസ്റ്റിക്, ഒരു റബ്ബറും പ്ലാസ്റ്റിക്കും കൂടി ഒരു മിക്സ് ആയിട്ടൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ടൈപ്പ് തന്നെ വേണം നമുക്ക്. ഒത്തിരി കട്ടി കൂടിയതാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീഷർട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ കവർ ഞാനിതിപ്പോൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു സൂചിയും നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഈ വലിയ എൻ്റെ കയ്യിൽ അത് അത്രയും വലിയ സ്റ്റേപ്ലെയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്, സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് സൂചി നൂലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ സ്റ്റേപ്ലെയർ ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് കയറിയിട്ടില്ല. അപ്പോൾ വലിയ സ്റ്റേപ്ലെയർ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീഷർട്ട് കറക്റ്റായിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഈ കവർ ഇവിടോട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ മാർക്കറോ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് വരയിടും. ഓക്കെ, വരയിട്ടിട്ട് പിന്നെ നമ്മൾ ആ ടീഷർട്ട് ഊരിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കവർ വെച്ചിട്ട്, ഇത് ഭയങ്കര സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ, ഇതുപോലത്തെ മെറ്റീരിയൽ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തേക്കുവാണ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. ഇവിടുന്ന് ഞാൻ സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചേക്കുവാണ്, പെട്ടെന്നൊരു സ്റ്റേപ്ലെയർ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റേപ്ലെയർ ഉണ്ടെങ്കിൽ ഈ നമ്മൾ വണ്ടിയുടെ സീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും, അതേപോലത്തെ സ്റ്റേപ്ലെയർ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളത് ഓപ്പോസിറ്റായിട്ട് അടിക്കണം. നമ്മുടെ ദേഹത്ത് അത് ഒന്ന് കെയർ ചെയ്തോണം. നമ്മുടെ നെഞ്ചിലൊന്നും കൊള്ളാത്തതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, ഇത് നമുക്ക് ഈ ടീഷർട്ടിൻ്റെയോ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നൂലാണ് കാണുന്നത്, ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫിക്സ് ചെയ്ത ശേഷം ഇത് സ്ട്രൈറ്റ് ആക്കുക. നമ്മുടെ ഈ ഫോൺ നമ്മൾ ഇതിനുള്ളിൽ വയ്ക്കാം. അത് നമ്മുടെ ആ ബാക്ക് ക്യാമറ പുറത്തേക്ക് വരുന്ന രീതിയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് ക്യാമറ ഉള്ളിൽ ആ പുറയിലേക്ക് വരുന്ന ഒരു ഡിസ്പ്ലേ അകത്ത് വരുന്നത് ഒരു കാരണവശാലും ക്യാമറ ഓഫായി പോകത്തില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാൻ എടുക്കുന്ന വീഡിയോ ഈ വീഡിയോയോട് ഒപ്പം ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനുള്ളിൽ വയ്ക്കുക, ഓൺ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ബൈക്ക് ഈസി ആയിട്ട് ഓടിക്കുക. ഒരു ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കയ്യിൽ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസിയാണ്, ഭയങ്കര ചീപ്പാണ്. ഇതിനകത്ത് ഞാൻ 10 പൈസ എക്സ്ട്രാ മുടക്കിയിട്ടില്ല. ഓക്കെ,